പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവിക വചന സന്ദേശങ്ങൾ അനേകർക്ക് ഉപകാരപ്രദമായി തീരാൻ ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം ധ്യാനിച്ച് നല്ല പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവ് നൽകുന്ന വാഗ്ദത്ത വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നല്ലൊരു പകൽ നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാധി ദൈവവും കർത്താധി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ ദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നുമില്ല. ദൈവം വല്ലഭനും ഭയങ്കരനുമായ ദൈവം, മുഖം നോക്കാത്ത, പാരിതോഷികം വാങ്ങിച്ചിട്ട് തൻ്റെ ഹൃദയത്തിൽ തൻ്റെ മനസ്സു മാറ്റാത്ത ഒരു മഹാദൈവം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തിക്കൊടുക്കും. ഈ ദൈവം മഹാദൈവമാണ്. ന്യായം മാത്രമാണ് ചെയ്യുന്നത്, അന്യായം ചെയ്യുന്നൊരു ദൈവമല്ല. പണം കൊടുത്താൽ പോലും അന്യായം ചെയ്യാൻ ഈ ദൈവത്തിന് സാധ്യവുമല്ല. ന്യായപാലകനായിരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഈ ദൈവം അനാഥർക്കും ഒരു സഹായിയാണ്. എനിക്കാരുമില്ലല്ലോ എന്ന ചിന്തകളുള്ള പ്രിയപ്പെട്ടവർക്ക്, ചില കുടുംബങ്ങളിൽ കണ്ടിട്ടില്ലേ, എല്ലാവരും ഉണ്ടാകാം എന്നാലും ആരും ഇല്ലാത്ത ചില ജീവിത അവസ്ഥകൾ അഭിമുഖീകരിക്കുന്ന ചിലര്. എനിക്ക് ആരുമില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? അവർക്കെല്ലാവരും ഉണ്ട്, എന്നാലും അവർക്കാരുമില്ല. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ആരുമില്ല. ആരുമില്ല എന്ന തോന്നലുകളുണ്ടാകുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അറിയുക പ്രിയമുള്ളവരെ. എന്നോട് പറഞ്ഞ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ എല്ലാമായി ദൈവം നിങ്ങളോട് കൂടി ഉണ്ട്. എനിക്കാരുമില്ല എന്ന തോന്നലുകളുള്ളവരോട് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തെ വാഗ്ദത്തമായിട്ട് നിങ്ങൾക്ക് കർത്താവിൽ നിന്നും നമുക്കത് ധ്യാനിച്ചത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. ദൈവം നിങ്ങളുടെ സഹായം. ഒരാൾക്ക് സഹായിക്കണമെങ്കിൽ ആരുമില്ലാത്തവനെ ഒരാൾ സഹായിക്കത്തില്ലല്ലോ. ആ സഹായിക്കുന്നവൻ അവരുടെ ആരൊക്കെയോ ആണ്, അല്ലേ? ഒരാളുടെ കഷ്ടത്തിൽ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം ലഭിച്ചവന് സഹായിച്ചയാൾ ആരൊക്കെയോ ആണ്. അത് സുഹൃത്താകാം, സഹോദരനാകാം, സഹോദരിയാകാം, അമ്മയുടെ പ്രായമാണെങ്കിൽ അമ്മച്ചിയാകാം, അപ്പച്ചൻ്റെ പ്രായമാണെങ്കിൽ അപ്പച്ചനാകാം. സ്ഥാനം കൊണ്ടൊക്കെ അവർക്കെല്ലാം ആകാം. ഇവിടെ ദൈവം അനാഥരായിരിക്കുന്നവർക്ക് ന്യായം നടത്തിക്കൊടുക്കുന്ന ദൈവമാണ്. വിധവകൾക്ക്
ന്യായം നടത്തി കൊടുക്കുന്ന ദൈവമാണ് സഹായ. പ്രിയമുള്ളവരെ, പരദേശിയെ സ്നേഹിച്ചവന് അന്നവും വസ്ത്രവും നൽകുന്നവനാണ്. ഇത്ര വലിയ ദൈവം, ഇങ്ങനെ ജനത്തോട് കരുണയുള്ള ദൈവത്തെ നാം എന്ത് വിളിക്കും? മഹാദൈവം എന്നല്ലാതെ നാം ഈ ദൈവത്തെ എന്ത് വിളിക്കും? വചനത്തിൽ പറയുന്നത് പോലെ വല്ലഭനും ഭയങ്കരനുമായ ദൈവമാണെന്നല്ലാതെ എന്ത് വിളിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവം കൂടെയുണ്ട്. നിങ്ങളൊരു പക്ഷെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ ദൈവം പറയുന്നു, നിങ്ങൾക്ക് എല്ലാം, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളുമായി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ സഹായിക്കുന്നു. ഈ സഹായിക്കുന്ന ദൈവകരങ്ങളിലേക്കൊന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദൈവം പരദേശിയെ സ്നേഹിച്ചവന് വസ്ത്രവും അന്നവും നൽകുന്നതാണ്. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത്, ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് അവന് വേണ്ടുന്ന വസ്ത്രവും അവന് ഭക്ഷണം. ദൈവം ഒരുവൻ അത് നൽകി കൊടുക്കും. ഇത്ര വലിയ ദൈവത്തെ, ഈ മഹാദൈവത്തെ, ഈ ഭയങ്കര ദൈവത്തെ നമുക്ക് അവനുമായിട്ട്, ഈ ദൈവവുമായിട്ട് ആശയവിനിമയം നടത്താൻ, പ്രാർത്ഥിക്കുവാൻ ലഭിച്ചത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിച്ചു. അങ്ങ് കർത്താവേ, ദേവാധിദേവനും കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ ദൈവമാണ്. അങ്ങ് മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അങ്ങ് അനാഥർക്കും വിധവകൾക്കും ന്യായം നടത്തിക്കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്ന ദൈവമാണ്. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഒത്തിരി ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് മാനസികപരമായി തകർന്നു, മാനസികപരമായി വിഷമിച്ചു, എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്തകളാൽ ഭാരപ്പെടുന്നവർക്ക് എല്ലാമായി കൂടിയിരിക്കുന്നതിനായിട്ട് നന്ദി. മഹത്വമെല്ലാം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.